അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത് ഞാൻ എൻ്റെ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഹെയർ സെറ്റ് ചെയ്യാണ്. നമ്മുടെ അനീഷ് ബ്രോ ആണ്, അനു, ഇയാളുടെ ആൽബി. എനിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഹെയർ ആണ്. അതെ, ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് വിളിച്ചോളാം. അതെ അതെ, യെസ്, നമ്മുടെ സ്വന്തം സ്വന്തം വൈഫ്, ഒരേ ഒരു വൈഫ്. അപ്പോൾ ഈ ഫൈനൽ ലുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ഡ്രസ്സ് ഇതാണ്. ഞാൻ ഇത് അർബാനിക്കുന്ന ഒരു കുറച്ച് കാലം മുന്നേ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ അനുബ്രോ ആണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നത്. അനുബ്രോ അതവിടെ അനുബ്രോ പാവം ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. നന്ദനാസി ഇവിടെ ഒരുങ്ങി ഉറങ്ങിയ നിൽക്കാണ്. നന്ദനാസിന്റെ ഡാൻസ് ഒക്കെ ഉണ്ട്. ആൽബി അപ്പോൾ എൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സിനനുസരിച്ചിട്ടാണ് എനിക്ക് ലുക്ക് കിട്ടുന്നത്. കൊള്ളാം, അടിപൊളി. അപ്പോ നമ്മുടെ ജിത്തുബായി വന്നിട്ടുണ്ട്, നന്ദനയുടെ ജിത്തുബായി വന്നിട്ടുണ്ട്. വേണ്ട. അപ്പൊ ഗൈസ് അന്ന് എനിക്കെടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ മേക്കപ്പും എല്ലാം കഴിഞ്ഞ് നമ്മള് പോവാണ് ഓഡിറ്റോറിയത്തേക്ക്. നമ്മുടെ ചേട്ടാ ജിത്തുബായി എല്ലാം കഴിഞ്ഞു, അടിപൊളിയൊക്കെ സെറ്റ് ആക്കി തന്നിട്ട്. എനിക്കൊന്നും പറയണ്ടായില്ല, അടിപൊളിയുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഐ മേക്കപ്പ്, ഹെയർ സ്റ്റൈലിംഗ് എല്ലാം ചെയ്തുകൊണ്ട് അവസാനത്തിൽ ടച്ചപ്പ് ചെയ്തത് നമ്മുടെ സ്വന്തം അനുഭവമാണ്. ടൈമില്ലായിരുന്നു, നമ്മൾ വീണ്ടും നല്ല രീതിയിൽ ചെയ്യും. അതെ, നെക്സ്റ്റ് ടൈം ഞാൻ ഫുള്ള് ഇനി എറണാകുളത്ത് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സോഫ്റ്റ് മേക്കപ്പാണ്, സിമ്പിൾ മേക്കപ്പാണ്. നമുക്ക് കുറേ ഒന്നും അങ്ങനെ തേച്ച് എല്ലാ സംഭവമൊന്നുമില്ല, സിമ്പിൾ സാധനങ്ങളാണ്. ഐ മേക്കപ്പ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. അപ്പം നമ്മുടെ തമ്പുരാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മള് ഇറാം കൺവെൻഷൻ സെന്ററിൽ എത്താനായി. നന്ദനാസിയുടെ ഫോട്ടോ, നന്ദനാസി ഫോട്ടോ ഒക്കെ എടുക്കുക. നമ്മള് എല്ലാ ക്രിയേറ്റേഴ്സിന്റെയും നന്ദനാസി കുറച്ച് അപ്പുറത്തുണ്ട്, അവിടെ നിന്ന് സ്ലോ ആക്കിയത്. നന്ദനാസിയുടെ റൈറ്റ് സൈഡിലെ ഇതാ അവിടെ ഇവിടെ ഇതാ മുന്നിൽ ഇതാ നന്ദനാസി വിളിച്ചിട്ടുണ്ട്. നന്ദൂസ് ഡെയിലി ബീറ്റ്സ്. അപ്പൊ നമ്മൾ കൺവെൻഷൻ സെന്ററിൽ എത്തി. ആ സൈഡ് നമ്മുടെ സാരഥികൾ, സായി കൃഷ്ണൻ സെക്രട്ടറി. അയ്യോ, നമ്മുടെ ആന അവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ മെമ്പറാണ്. ഒഫീഷ്യലായിട്ട് വെൽക്കം ചെയ്യാവുന്നതാണ്. നമ്മളുടെ കിക്കിന്റെ സെക്രട്ടറി ആണ് നമ്മുടെ സായി കൃഷ്ണയാണ്. നല്ലൊരു ഗൈഡ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാമായ സായി കൃഷ്ണ. ഇതിലേക്ക് മൈൻഡ് ചെയ്യാം. വെൽക്കം സായി കൃഷ്ണ.
ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ ഫാമിലിയാണ്. എനിക്ക് ഒരു ഗ്രാൻഡ് വെൽക്കം ചെയ്യേണ്ടതായിട്ടില്ല, ബിക്കോസ് ഓൾ ഫാമിലി മെമ്പേഴ്സാണ് ഇരിക്കുന്നത്. ഇതാണ് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ജോബ്. സോ വെൽക്കം. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി സെക്രട്ടറി ശ്രീ സായി കൃഷ്ണ ആൻഡ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ട്രഷറർ മിസ്റ്റർ മൊയ്നുദ്ദീൻ. ഇവരെല്ലാവരെയും ഒന്ന് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ് ഞങ്ങൾ. ആദിത്യ വർമ്മ. പ്രിയപ്പെട്ട ആദിത്യ വർമ്മ തമ്പുരാനെ, എവറസ്റ്റ് കൊടുമുടി കയറണമെന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന മുഹമ്മദ് ആസിം വെളിമണ്ണ സ്നേഹത്തോടെ നമ്മൾ ആദരവ് നൽകുകയാണ്. ശവംമാരി വിനു എന്ന് വിളിച്ച് അകറ്റി നിർത്തിയിരുന്ന അനാഥ മൃതദേഹങ്ങളുടെ എത്ര അഴുകിയ മൃതദേഹങ്ങളും ഒരു മടിയും കൂടാതെ സംസ്കരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരാവശ്യമുണ്ടല്ലേ? എന്താണ് ആവശ്യം? ഒരാവശ്യമുള്ളൂ, അനാഥ മൃതദേഹങ്ങളെ സംസ്കരിക്കാൻ 6 അടി മണ്ണ് അനുവദിച്ചു നൽകുക. So once again, ladies and gentlemen, let's put our hearts together for Garden Nattapadi. Fans ഉള്ള പിടിയാനാണ് കേരളത്തിന്റെ ഗജറാണി രത്നം ഇക്കാന്റെ കാവേരി. നല്ലൊരു കൈ കൊടുക്കാം. ശിവലക്ക മലപ്പുറം accept ചെയ്ത് കഴിഞ്ഞിട്ടാണ്. സ്പോൺസർ മിസ്റ്റർ റാഫേൽ തോമസ് പൊഴലിപ്പറമ്പിൽ. നല്ലൊരു ഗൈഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഭാഗമായി മാറുകയാണ്. our brand partner ആണ് റാഫേൽ പ്രൊഡക്ഷൻസ്. അതിലോട്ടുള്ള റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ചെയർമാനാണ്. സേവന മേഖലകളെ കച്ചവടവൽക്കരിക്കുന്നവർ ഈ അഭൂതിക്ക് മുന്നിൽ ദൃശ്യം തല താഴ്ത്തി നിൽക്കേണ്ടി വരും. പോലെ ചേർത്ത് പിടിച്ച പാലിയം എന്ന വിപ്ലവകാരനാണ് അദ്ദേഹം. പത്മശ്രീ ഡോക്ടർ രാജഗോപാൽ സാറിനെ ആദരപൂർവ്വം ഞങ്ങളുടെ ഈ ഒരു എളിയ സമ്മാനം ഏറ്റുവാങ്ങാനായി സാദരം ക്ഷണിക്കുകയാണ്. ലോകത്തിനെ മുഴുവൻ പല ആൾക്കാരെ പല സ്ഥലത്തു നിന്നും നമുക്ക് പരിചയപ്പെടാനും അവരുടെ കഴിവുകളും അവരുടെ സാഹസങ്ങളും അവരെന്തൊക്കെ സഹിച്ച് എന്തൊക്കെ ത്യാഗം ചെയ്ത് വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വേദിയായി മാറി. ഇനിയും കൂടുതൽ ആൾക്കാർ വരെയും ഇത് വളർന്ന് നല്ല രീതിയിൽ പോട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. எப்படி இருக்கு ப்ரோக்ராம்ஸ்? നല്ല പ്രോഗ്രാം. മനസ്സിലായില്ലേ? ഒരു ആന നമ്മൾ ആന കയറുമോ? അനിലിന്റെ മുകളിൽ കയറുമോ? കയറും. നമുക്ക് വൈകുന്നേരം മുതലേ കയറൂല്ലേ? ഒറ്റക്കെട്ടാവാൻ ഞങ്ങൾ ഒന്നിക്കുന്നു. ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറി. കേരളത്തിലെ ഇൻഫ്ലുവൻസർമാർ ആ വാക്കുകൾ നെഞ്ചോട് ചേർത്ത് വെച്ചതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി ജീവൻ സാറിനെ കൂടെ വെൽക്കം ചെയ്യുവാണ്. ചേർന്നാണ് ഈ ഒരു ലോഗോ റിവീൽ നടത്താൻ പോകുന്നത്. ഇന്നലത്തെ അതേ സാധനം തുറക്കൂ. കളർ ചേഞ്ച്. അതെ, വരും എല്ലാം വരും. തീർച്ചയായിട്ടും വലിയൊരു മാറ്റങ്ങൾ വേദിയിൽ കൂടിയാണ് ഇതിലേക്ക് ഈ ഒരു മീറ്റിംഗ്. പെങ്ങളും ആങ്ങളമാരും അല്ലേ? പെങ്ങളൂട്ടി ആങ്ങളമാര് ചെറിയേട്ടനും വലിയേട്ടനും പെങ്ങളൂട്ടിയും കൂടിയുള്ള ഫോട്ടോഷൂട്ടാണ്. നിങ്ങളിപ്പോഴും അപമാനിക്കല്ലേ? ഇപ്പൊ നമ്മുടെ പെങ്ങളൂട്ടിയും ആങ്ങളമാരും കഴിച്ചു നടന്ന
ഞാൻ വിടൂല. അപ്പോ ഒരു നല്ല കൈയ്യടി ആദ്യം കൊടുക്കുക. നമ്മളോടൊപ്പം എല്ലാത്തിനും നിന്ന ഒരു മനുഷ്യരുടെ ഹൃദയം കൊണ്ട് ഒരു കൈ കൊടുക്കുക. Secret agent, come on, everybody. Very stylish man. എല്ലാവരും നല്ല പ്രവർത്തനങ്ങളെയും ചെയ്യാൻ സാധിക്കട്ടെ. അവിടെ ആരൊക്കെയോ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടല്ലോ, ഫാൻസ് അസോസിയേഷൻ. അതല്ല അവിടെ സ്വന്തം കാവേരി. അപ്പോൾ നമ്മുടെ ഹണി സ്പെഷ്യൽ കേക്ക്, സോഫ്റ്റ് ബട്ടറി ആൻഡ് ഇറസിസ്റ്റബിൾ ബട്ടർ ബൺ. അപ്പോൾ നമ്മുടെ ഹണി കേക്ക്, ഹണി ബട്ടർ പുതിയ ഒരു ബണ്ണാണ്. നല്ല അടിപൊളി സാധനം, ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചായ, കേക്ക്, ഇവിടെയുണ്ട് ക്രീം ബണ്ണുണ്ട് അല്ലേ? അതെ, അടിയിൽ ബട്ടർ ബണ്ണ്. ആ, നല്ല സോഫ്റ്റ് ഉണ്ട്. അതാണ് ഒരു സ്പെഷ്യൽ സാധനം കാണിച്ചു തരാം, അത് വേറെ ആർക്കും ഇല്ല, ഒരു എക്സ്ക്ലൂസീവ് സാധനം കാണിച്ചു തരാം. നമ്മുടെ കാവേരിയാന ടാറ്റ പോണ്. ഈ ഡ്രസ് നല്ല ഇഷ്ടായിട്ടോ, നല്ല ഭംഗിയുണ്ട്. അയ്യോ ജുബി ബാസി കണ്ടില്ലേ? ജുബി ഇല്ല. അയ്യോ പാവട്ടോ, കഷ്ടായിട്ടോ. വ്ലോഗ് മുന്നോട്ട് പോണെങ്കിൽ ബാസി വേണ്ട, ജുബി വേണ്ട, ഈ കുട്ടിയാണോ? എന്നെ കണ്ട് പേടിച്ചു ഡാൻസ്. അപ്പൊ നമ്മുടെ കഥാപാത്രങ്ങളിലെ ഡ്രസ്സൊക്കെ മാറ്റി, ഇതാണ് പറ്റിയ കോലം അല്ലേ? അപ്പൊ വെക്കേറ്റ് ചെയ്തോ പോലെ ബൈ പറയൂ. ഫ്ലൈങ് അത് പിന്നെ നോട്ടം, അതാണ് ഇതാ ഈ കുട്ടീന്റെ നോട്ടം. ഇല്ല, കുട്ടി എങ്ങനെ നോക്കൂ, ഒരു ഫ്ലൈങ് സൈഡ് കൊടുക്കൂ. നമുക്ക് നമ്മുടെ ആള് വന്നിട്ടുണ്ട്, ഡ്രൈവർ കം മാനേജർ കം എല്ലാം മാനേജർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ +1 ഞാനോ +1. അപ്പൊ ഓക്കെ ഗൈസ്, സ്നേഹന്റെ ചാനലിൽ ആരും കാണരുത്. അപ്പൊ നമ്മള് നമ്മൾ 2 ചാനലാണ് പൂട്ടിയാൻ നോക്കുന്നത്. ഒന്ന് നന്ദനയുടെ ചാനൽ, പിന്നെ നീ ചാനൽ. അത് പൂട്ടൂല. ഈ 2 ചാനൽ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് പൂട്ടിയാണ്. അപ്പൊ ഞങ്ങള് ടാറ്റ ബൈ ബൈ പറയണേ. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. നന്ദൂസ് ഡെയിലി വീസിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിട്ട് നടന്നു. നമ്മുടെ സെക്രട്ടറി അടിപൊളിയാക്കി അല്ലേ? ഓക്കെ, അപ്പൊ അത് ശരിയാണ്, എല്ലാം നല്ല അടിപൊളിയാക്കി സൂപ്പറാക്കി. കഴിഞ്ഞ വർഷത്തേക്കാളും അടിപൊളി ഇതായിരുന്നു, പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ നമ്മളിനി വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്ത് റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മുടെ ഹോട്ടലിലോട്ട് വീട് പറയുകയാണ്.